നമസ്കാരം. ശക്തമായ അവകാശ പോരാട്ടങ്ങൾക്ക് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ വീണ്ടും ആരോഗ്യമേഖലയിൽ നേഴ്സുമാർ ഉൾപ്പെടുന്ന ജീവനക്കാരുടെ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ നേഴ്സിംഗ് സമൂഹം അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ ജീവനക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് ലഭിക്കേണ്ട മാന്യമായിട്ടുള്ള വേതനം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം കഴിഞ്ഞ 8 വർഷക്കാലം, 2018 ശമ്പള പരിഷ്കരണം നടത്തിയതിന് ശേഷം 2026 നിൽക്കുമ്പോൾ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് അധികാരത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ നിരുത്തരവാദിത്തപരമായ പ്രവർത്തനങ്ങൾ, മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് കുടപിടിച്ചു കൊടുക്കുന്ന അധികാര സമൂഹമാണോ സർക്കാർ എന്നതാണ് ചോദ്യം. മാലാഖപ്പട്ടം മാത്രം ചാർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മഹാമാരി വരുന്ന സമയത്ത് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിങ്ങൾ മാലാഖമാരാണ് എന്ന് വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് മാത്രം ഒരു മേഖലയെ തളർത്തിക്കിടത്താം എന്ന കാഴ്ചപ്പാടാണോ അധികാര സമൂഹത്തിനുള്ളത്? അവർക്ക് ലഭിക്കേണ്ട മാന്യമായ വേതനം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾക്ക് അവർ അർഹരല്ലേ? നേഴ്സിംഗ് സമൂഹമാണെങ്കിലും അവിടെ ജോലി ചെയ്യുന്ന, ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന മറ്റിതര ജീവനക്കാരാണെങ്കിലും അവർ അതിന് അർഹിക്കുന്നവരല്ലേ? എന്തുകൊണ്ടാണ് ആരോഗ്യമേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ വകുപ്പ് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നത്? അവിടുത്തെ ചോദ്യം ഇതാണ്. തീർച്ചയായും ഏതൊരു വ്യക്തിയുടെ മുമ്പിൽ വന്നു പോകുന്ന ചോദ്യം അത് തന്നെയായിരിക്കും. മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടാണോ സർക്കാരുകൾ അല്ലെങ്കിൽ അധികാര സമൂഹം അല്ലെങ്കിൽ ഭരണകൂടം നിലകൊള്ളുന്നത്? സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ പഠിക്കാനോ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് ലഭിക്കേണ്ട മാന്യമായ, അവർക്ക് അർഹിക്കുന്ന വേതനം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കാനോ ഒരു സർക്കാർ എന്തുകൊണ്ടാണ് ശ്രമിക്കാതെ പോകുന്നത്? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ 5 വർഷത്തെ കാലാവധിയിലുള്ള ഒരു സർക്കാർ അവരുടെ അവസാന നാളുകളിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി 4 കോളം വാർത്ത നൽകിക്കൊണ്ട് നാളെ നിങ്ങളുടെ ശമ്പള പരിഷ്കരണം നടത്തും അല്ലെങ്കിൽ കരട് വിജ്ഞാപനം ഇറങ്ങും എന്നുള്ള രീതിയിൽ മാത്രം ചർച്ച ചെയ്തപ്പെട്ടു പോകുന്നതാണോ? അല്ലെങ്കിൽ അങ്ങനെ ഇറക്കിക്കൊണ്ട് നിങ്ങളുടെ ശമ്പള പരിഷ്കരണം നടത്തിയിട്ടുണ്ട് എന്ന് ബോധിപ്പിക്കുന്ന രീതിയിലാണോ ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത്? ചോദ്യങ്ങൾ തന്നെയാണ്. ശക്തമായ പോരാട്ടങ്ങൾ ആരോഗ്യമേഖലയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. 1/3 ജീവനക്കാരെ നൽകിക്കൊണ്ട് OPകൾ പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എമർജൻസി കേസുകൾ മാത്രം നടത്തിക്കൊണ്ട് 1/3 ജീവനക്കാരെ മാത്രം നൽകിക്കൊണ്ട് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ ജീവനക്കാർ, നേഴ്സുമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ജീവനക്കാർ ഫെബ്രുവരി 21 ടോക്കൺ സ്ട്രൈക്ക് നടത്താൻ തൃശ്ശൂരിലേക്ക് എത്തുമെന്നുള്ളതാണ്. 10,000-കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആരോഗ്യ പ്രവർത്തകർ അന്ന് തൃശ്ശൂരിൽ എത്തുക തന്നെ ചെയ്യും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കഴിഞ്ഞ 8 വർഷക്കാലം അവരെ കാണാതെ പോയ കണ്ണുകൾ നേരിട്ട് കാണുന്നതിന് വേണ്ടി തന്നെയാണ്. അവർ അർഹിക്കുന്ന വേതനം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. 99% വരുന്ന വനിതകൾ ജോലി ചെയ്യുന്ന ഈ മേഖല, സ്ത്രീ സംരക്ഷണം ഉറപ്പാണ് എന്ന് പറയുന്ന സർക്കാർ ഭരിക്കുന്ന ഈ നാട്ടിൽ മാന്യമായി അർഹിക്കുന്ന വേതനം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തെരുവിലിറങ്ങുകയല്ലാതെ അവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം തന്നെയാണ്. അവകാശങ്ങൾ നേടിയെടുക്കാൻ പോരാട്ടങ്ങളിലൂടെയേ മതിയാകൂ എന്ന് തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് സർക്കാർ ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു തരുന്നതെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഫെബ്രുവരി 21 തൃശ്ശൂരിലേക്ക് ആരോഗ്യമേഖലയിലെ ജീവനക്കാർ ഒന്നിച്ചു കൂടുന്നത്. അവിടെ ഒരു കാര്യം കൂടെ സാക്ഷ്യപ്പെടും. ഈ മേഖല ചൂഷണം ചെയ്യപ്പെടേണ്ടവരല്ല എന്നും, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ മാലാഖപ്പട്ടത്തിന് വേണ്ടിയിട്ടല്ല ജോലി ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾക്ക്
അല്ലെങ്കിൽ സർക്കാരുകൾക്ക്, അധികാര സമൂഹത്തിന് അവരുടെ PR വർക്കിന് മാലാഖപ്പട്ടം ചാർത്തി ഒതുക്കി തീർക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വിഭാഗമല്ല ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളുടെ ശതകോടീശ്വരന്മാരായിട്ടുള്ള മാനേജ്മെൻറ്റ് അധികാരികളുടെ കോളേജുകളിൽ, നഴ്സിംഗ് കോളേജുകളിൽ ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചിറങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് അവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുമ്പോൾ കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് ശമ്പളം നൽകാൻ തയ്യാറാവാതെ വരുന്ന മാനേജ്മെൻറ്റുകൾ, എത്രത്തോളം ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് മാനേജ്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നത്? കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണോ? രാജ്യത്ത് നിയമ സംവിധാനം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണോ? അതോ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നതിൻ്റെ പ്രശ്നമാണോ? എന്താണെന്നുണ്ടെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്ന സമയത്ത് അവർക്ക് അർഹിക്കുന്ന വേതനം കൊടുക്കാൻ ഒരു മാനേജ്മെൻറ്റ് തയ്യാറാവാതെ വന്നാൽ അത് നേടിക്കൊടുക്കാൻ, അത് അവരിലേക്ക് എത്തിക്കാൻ UN എന്ന പ്രസ്ഥാനം കണ്ണടച്ച് തെരുവിലിറങ്ങേണ്ടി വന്നാൽ ഇറങ്ങിയിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ, ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് അംഗങ്ങൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉള്ളിടത്തോളം കാലം ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള കാര്യം മാനേജ്മെൻറ്റുകളും സർക്കാരും അധികാര സമൂഹവും ഭരണകൂടവും മനസ്സിലാക്കുക. 1500 രൂപ എന്ന ദിവസവേതനത്തിന് വേണ്ടിയിട്ടാണ് തെരുവിലിറങ്ങാൻ പോകുന്നത്. ഒരു നേഴ്സിന് 1500 രൂപ എന്ന ദിവസവേതനം ലഭിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ സമൂഹത്തെ, പൊതുജനങ്ങൾക്ക് അറിയാതെ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ട് രാത്രി 8 മണി വരെ ഡ്യൂട്ടി എടുക്കുന്ന സാഹചര്യങ്ങൾ. 3 ഷിഫ്റ്റ് സമ്പ്രദായം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 6 മണിക്കൂർ കഴിയുമ്പോൾ ഒരു നേഴ്സും ആ ഡ്യൂട്ടി പോയിന്റിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. 8 മുതൽ 10 മണിക്കൂർ കഴിഞ്ഞാലാണ് ആ വ്യക്തി, ആ ജീവനക്കാരൻ ആ ഡ്യൂട്ടി പോയിന്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. മാനസികമായും ശാരീരികമായും എല്ലാ രീതിയിലും അവർ ചൂഷണത്തിന് ഇടയാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ശാരീരികമായും മാനസികമായും വീക്കാവുന്ന ഒരാൾ എത്ര കാലം അവർക്ക് ആരോഗ്യത്തോടുകൂടി ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും? സാമ്പത്തികം എന്ന് പറയുന്നത് ഏതൊരു മേഖലയിലും അവരുടെ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. ജോലി ചെയ്തിട്ട് ശമ്പളമില്ലാതെ വരുന്ന സാഹചര്യം, അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം, അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ മുന്നോട്ട് നീങ്ങിപ്പോകാൻ കഴിയാതെ വരുന്ന സാഹചര്യം, ഇതെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രധാനം തന്നെയാണ്. അത് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതാണ്, അത് ലഭിക്കുക തന്നെ വേണം. അവിടെ ഒരു അധികാര സമൂഹമോ ഒരു സർക്കാരോ ദൃശ്യമാധ്യമങ്ങളിൽ മാലാഖപ്പട്ടം മാത്രം ചാർത്തിക്കൊണ്ട് വിശപ്പടക്കാൻ പറഞ്ഞാൽ കഴിയില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, യാഥാർത്ഥ്യമാണ്. 1500 രൂപ മിനിമം വേതനം ലഭിക്കുക എന്നുള്ളത് ഒരു നേഴ്സിനെ സംബന്ധിച്ച് അവരുടെ അർഹതയ്ക്കുള്ള മിനിമം കൂലിയാണ്. അവർ ചെയ്യുന്ന ജോലിക്കുള്ള മിനിമം വേതനമാണ്. അത് നൽകാൻ സർക്കാർ തയ്യാറാവണം. അതിന് നിയമ സംവിധാനം ഒരുക്കാൻ സർക്കാർ തയ്യാറാവുക തന്നെ വേണം. ഫെബ്രുവരി 21 1/3 ജീവനക്കാർ മാത്രം നൽകിക്കൊണ്ട് ആരോഗ്യ മേഖലയെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന രീതിയിൽ UN-യുടെ നേതൃത്വത്തിൽ ശക്തമായ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി, ശക്തമായ പ്രക്ഷോഭങ്ങളുമായി, സമരപ്രക്ഷോഭങ്ങളുമായി, പോരാട്ടമല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല എന്ന് പൂർണ്ണ ബോധ്യമായതിൻ്റെ തെളിവിലാണ്, ആ ഉറപ്പിലാണ് തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. വനിതകളാണ് ഭൂരിപക്ഷം, കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് ഇറങ്ങുന്നുണ്ടാവുക. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ തന്നെയാണ്. മുദ്രാവാക്യം വിളിക്കാനും തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങൾ നടത്താനും സമരങ്ങൾ പങ്കെടുക്കാനും രാവും പകലുമില്ലാതെ കാറ്റും വെയിലും മഴയും കൊണ്ടുകൊണ്ട് സമരത്തിനിറങ്ങേണ്ട സാഹചര്യം ഈ വനിതകൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിനുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം
അവസാനിക്കുന്നുണ്ടെങ്കിൽ, ആ പോരാട്ടം തീരുമാനമാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വിജയം കണ്ടിട്ട് തന്നെയായിരിക്കും. ഒരു സംശയവും വേണ്ട. ഫെബ്രുവരി 21 തൃശ്ശൂരിൻ്റെ മണ്ണിൽ UN നേതൃത്വത്തിൽ കേരളത്തിലെ ശതകോടീശ്വരന്മാരായിട്ടുള്ള മാനേജ്മെൻറ്റുകൾ കാണാനും അധികാര സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതിനും വേണ്ടി ഈ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങളുണ്ടാവും. എല്ലാവർക്കും ആ വേദിയിലേക്ക് സ്വാഗതം. കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നിറഞ്ഞ, കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ട വിജയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഉത്തമ ഉദാഹരണം തന്നെയായിരിക്കും ഫെബ്രുവരി 21 ടോക്കൺ സ്ട്രൈക്ക്.